നമ്മുടെ ഇന്ത്യൻ സമയം പാതിരാത്രി അല്ലെങ്കിൽ വെളുപ്പാങ്കാലം 2:30 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിർദ്ദേശാനുസരണം വെനസ്വേലയ്ക്ക് നേരെ അമേരിക്കൻ സേനയുടെ നേരിട്ടുള്ള ആക്രമണം നടന്നത്. ഏതാനും ആഴ്ചകളായി കരീബിയൻ കടലിൽ മയക്കുമരുന്ന് ഭീകരവാദത്തെ നേരിടാനെന്നുള്ള വ്യാജേന അമേരിക്ക 10,000-ലധികം സേനാംഗങ്ങളെ വിന്യസിച്ചുകൊണ്ട് ഏത് നിമിഷവും വെനസ്വേലയ്ക്ക് നേരെ ആക്രമണം നടത്താം എന്ന അന്തരീക്ഷം നിലനിർത്തുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 5:30-6 മണി സമയം ആണ്. വെളുപ്പാങ്കാലം 5:30-6 മണി സമയമാണ് പശ്ചിമാർദ്ധഗോളത്തിൽ, വെനസ്വേല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. അപ്പോൾ രാജ്യം ഗാഠനിദ്രയിലായിരുന്നപ്പോഴാണ് പാതിരാത്രിയിൽ ഈ ആക്രമണം അമേരിക്ക നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വിശദീകരിക്കാതെ ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. അപ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങൾ അമേരിക്ക ലംഘിക്കുന്നത് പുതുമയുള്ള കാര്യമല്ല. അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകാൻ ഇതുപോലൊരു സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൂടാ. ബംഗ്ലാദേശ് വിമോചനത്തിൻ്റെ നാളുകളിൽ ഇന്ത്യ ബംഗ്ലാദേശ് വിമോചനത്തെ അനുകൂലിക്കുന്നു, സഹായിക്കുന്നു എന്നതിൻ്റെ പേരിൽ ആണവായുധങ്ങൾ ഉൾക്കൊള്ളുന്ന 7-ാം കപ്പൽപ്പട ഇന്ത്യയെ വളയാനും ഇന്ത്യയെ ആക്രമിക്കാനും വേണ്ടി അയച്ചവരാണ് അമേരിക്കൻ സാമ്രാജ്യത്വം. അപ്പോൾ അവർക്കെപ്പോഴും അമേരിക്കയുടെ ആധിപത്യത്തിന് കീഴ്വണങ്ങുന്ന ഒരു ലോകം, അതാണ് അവരുടെ ലക്ഷ്യം. RK ലക്ഷ്മണൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. RK ലക്ഷ്മണൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വരച്ചൊരു കാർട്ടൂൺ ഓർക്കുകയാണ്. അപ്പോൾ ജോർജ് ബുഷാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. അപ്പോൾ ബുഷ് ഇങ്ങനെ ചിന്തിക്കുന്നു, അമേരിക്കൻ ഭൂപടത്തിൽ ഗ്ലോബ് നോക്കിയിട്ട് അമേരിക്കൻ ഭൂപടത്തെ ചൂണ്ടിയിട്ട് പറയുന്നത്, അപ്പോൾ ഈ അമേരിക്ക ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം കൂടി അമേരിക്കയുടെ പുതിയൊരു സ്റ്റേറ്റായിട്ട് കൂട്ടിച്ചേർത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ചർച്ച ചെയ്യുന്നതാണ് RK ലക്ഷ്മണൻ അന്ന് വരച്ച കാർട്ടൂൺ. ഇപ്പോൾ ട്രംപ് 2ാമത് പ്രസിഡന്റ് പദവി ഏറ്റെടുത്തതിന് ശേഷം ഇതുപോലുള്ള കാനഡയെ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റായിട്ട് ചേർക്കേണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞതറിയാം. പനാമ കനാല് അമേരിക്ക ഏറ്റെടുക്കേണ്ടതാണ് തുടങ്ങിയ സംഭാഷണങ്ങൾ ട്രംപ് നടത്തിയിരുന്നു. ഇപ്പോൾ വെനസ്വേലയ്ക്കെതിരായിട്ടുള്ള ആക്രമണത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് കൂടുതൽ ഈ സന്ദർഭത്തിൽ പറയേണ്ടതില്ല. സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് വെനസ്വേല. ആ വെനസ്വേല അമേരിക്കൻ ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അമേരിക്കയ്ക്ക് കീഴ്വഴങ്ങാതെ മറ്റു രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധം, അമേരിക്കയുടെ ദൃഷ്ടിയിൽ കുഴപ്പക്കാർ എന്ന് കരുതുന്ന രാജ്യങ്ങളുമായിട്ട്, ഇപ്പം റഷ്യയുമായിട്ട് ബന്ധമുണ്ട്, ഇറാനുമായിട്ട് ബന്ധമുണ്ട്, ലാറ്റിൻ അമേരിക്കയിലെ ഇടതുപക്ഷ പുരോഗമന ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട്, ക്യൂബ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഏറ്റവും സമീപകാലത്ത് $63 ദശലക്ഷം നിക്ഷേപം ചൈനയിൽ നിന്ന് വെനസ്വേലയിൽ ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിലും വ്യാപാര ബന്ധമുണ്ട്. ഈ താരിഫ് ടെററിസമൊക്കെ നടക്കുമ്പോൾ ഏറ്റവും ആദ്യം അമേരിക്ക ചർച്ച ചെയ്ത് പരിഹരിച്ച വാണിജ്യ കരാറ് ചൈനയുമായിട്ടാണ്. വീണ്ടും ചർച്ച തുടരുന്നുണ്ട്. അപ്പോൾ വെനസ്വേലയ്ക്ക് നേരെ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ആക്രമണം ലോകത്തെ മറ്റു പല മേഖലകളിലെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് അമേരിക്കയ്ക്കും ട്രംപിനും ലോകത്തിൻ്റെ മുമ്പിൽ എടുത്ത് കാണിക്കാവുന്ന ഒരു വിജയം ഉണ്ടായിട്ടില്ല ഇപ്പോഴും.